നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അയൽവാസിക്ക് വീട് വയ്ക്കാൻ സ്ഥലം വിട്ടു നൽകി പുഞ്ചപ്പാടം സ്രാമ്പിക്കൽ തൊടി രുക്മിണിയമ്മാളും മകൻ മണികണ്ഠൻ കുടുംബവും. വാർത്ത വിശദമായി. അയൽവാസിയായ സരോജിനി അമ്മയ്ക്കും മകൾ ശശികലയ്ക്കുമാണ് വീട് വയ്ക്കാൻ സ്ഥലം വിട്ടു നൽകിയത്. ശ്രീശ്വരം പുഞ്ചപ്പാടം സ്രാമ്പിക്കൽ തൊടി രുക്മിണിയമ്മാളും മകൻ മണികണ്ഠനുമാണ് കുടുംബവുമാണ് സ്ഥലം നൽകിയത്. സരോജിനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ആധാരം VK ശ്രീകണ്ഠൻ MP സരോജിനി അമ്മയ്ക്ക് കൈമാറി. ലൈഫിൽ വീട് പാസ്സായിട്ടും സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ വീട് പണിക്ക് അനുവദിച്ച ഫണ്ട് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി മണികണ്ഠൻ തൻ്റെ സ്ഥലത്തു നിന്നും 5 സെൻറ്റ് സ്ഥലം സരോജിനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. രജിസ്റ്റർ ചെയ്ത ആധാരം ശ്രീശ്വരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിൽ വെച്ചാണ് MP ആധാരം കൈമാറിയത്. തുടർന്ന് വിദ്യാഭ്യാസത്തിൽ വിവിധ തലങ്ങളിൽ വിജയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. കോൺഗ്രസ് കമ്മിറ്റി ക്ലബ്ബുകൾക്ക് വാങ്ങി നൽകിയ ഫുട്ബോൾ വിതരണവും MP നിർവഹിച്ചു. ചടങ്ങിൽ മുൻ പഞ്ചായത്ത് മെമ്പർ രത്നകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങുംതോട്ടം, P ഗിരീശൻ, C ശ്രീകാന്ത്, VN കൃഷ്ണൻ, രാജൻ കല്ലമ്പറമ്പിൽ, ലീല, VK വാസുദേവൻ, പ്രമോദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഫോണിലേക്ക് നിൽക്കരുത്. അപ്പൊ ശരി. അപ്പൊ പാല് വെച്ചത് ഓക്കെ, സന്തോഷം. അറിയോ? അപ്പോ എല്ലാവരെയും കണ്ടാൽ ചിരിച്ച് സംസാരിക്കുക, അവരോടൊക്കെ സൗഹാർദ്ദമായിട്ട് പെരുമാറുക, ഇതൊക്കെ മനുഷ്യനുണ്ടാകേണ്ട ഗുണങ്ങളാണ്. അതിനെ സഹൃദയരായ മനുഷ്യർ എന്ന് പറയും. സഹൃദയർ എന്ന് വെച്ചാൽ എന്താ? നല്ല ഹൃദയമുള്ളവർ. നല്ല ഹൃദയമല്ല എല്ലാവർക്കും നല്ല ഹൃദയമാണ്. ചിലപ്പോൾ കുറച്ച് കട്ടി കൂടുന്നു മാത്രം. അപ്പൊ നമുക്ക് എല്ലാവരോടും ചിരിച്ച് പെരുമാറാൻ കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതാണ് മനുഷ്യ സ്നേഹം. മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതാണ് മനുഷ്യ സ്നേഹം. മറ്റെല്ലാ സ്നേഹവും മറ്റ് മൃഗങ്ങളുടെ സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റും, വളർത്തു മൃഗങ്ങൾക്ക് പറ്റും. പക്ഷെ അത് നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടാണ്. സാധാരണ രീതിയിൽ മനുഷ്യന് എല്ലാവരും സ്നേഹിക്കാനും സൗഹാർദ്ദത്തോടു കൂടി പെരുമാറാനും കരുണയോടുകൂടി, ആർദ്രമായ മനസ്സുള്ള ആൾക്കാർക്ക് കരുണയോടുകൂടി സഹാനുഭൂതിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും. മറ്റുള്ളവരുടെ പ്രയാസം എന്താണ്, സന്തോഷം മാത്രമല്ല അവരുടെ ദുഃഖവും പ്രയാസവും മനസ്സിലാക്കി അതിനൊക്കെ നമ്മൾ പരിഹാരം ഉണ്ടാക്കാൻ നമ്മൾ മനുഷ്യര് വിചാരിച്ചാൽ സാധിക്കും. അപ്പൊ അയൽവാസികളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പലരും പല പ്രയാസം നേരിടുന്നവരെ അതെല്ലാം പരിഹരിക്കാൻ നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് കഴിയും.